ഇന്നത്തെ നമ്മുടെ സഞ്ചാരം മലേഷ്യയുടെ തെക്ക് കിഴക്കൻ ഭാഗമായ ജോഹോർ ഡിസ്ട്രിക്റ്റിലെ മൂവാർ എന്ന സ്ഥലത്തേക്കാണ്. വഴിയരികിൽ അംബരചുംബികളായ പാമോയിൽ മരങ്ങളാണ് കാണാൻ കഴിയുന്നത്. അങ്ങനെ ഞങ്ങളെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പോകുന്ന വഴിയിൽ രണ്ട് സൈഡിലും ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ പാം ഓയിലിൻ്റെ പനയാണിത്. പാം ഓയിൽ പാം തോട്ടങ്ങളാണ് രണ്ട് സൈഡിലുള്ളത്. അതങ്ങനെ കുറേ ദൂരം ഇത് തന്നെയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പക്ഷേ നല്ല കുറേ കൃഷികളും കാര്യങ്ങളും ഒക്കെയുള്ള സ്ഥലങ്ങളൊക്കെ ഞങ്ങൾ കണ്ടു. അപ്പം പോകുന്ന വഴി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രസമാണ് കേട്ടോ. ചെറിയ റോഡാണെങ്കിൽ പോലും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടൊക്കെയാണ് കിടക്കുന്നത് കേട്ടോ. ഇത് NSK എന്ന് പറഞ്ഞ വലിയൊരു ഇതാണ് കേട്ടോ. നമ്മുടെ ഷോപ്പിംഗ് മാൾ പോലത്തെ ഒരു സ്ഥലമാണ്. എല്ലാ സാധനങ്ങളും അവിടെ കിട്ടും കേട്ടോ. പിന്നെ അതേണ്ട ഇതൊരു ആറാണ്. അത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്, എനിക്ക് ക്ലിയർ ആയിട്ട് എടുക്കാൻ പറ്റിയില്ല. ഇത് മൂവാർ എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്, വലിയൊരു ആറാണ്. ഈ സ്ഥലത്തിൻ്റെ പേരാണ് മൂവാർ. അപ്പോൾ ഈ ആറുള്ളത് കൊണ്ടാണെന്ന് തോന്നുന്നു മൂവാറെന്ന് ഈ സ്ഥലത്തിൻ്റെ പേര് വന്നേക്കുന്നതെന്ന് തോന്നുന്നു. എനിക്ക് ചരിത്രം എനിക്ക് അറിയത്തില്ല. പിന്നെ ഇവിടുത്തെ കാണുന്നതാണ് ചെറിയൊരു ബസ് സ്റ്റാൻഡാണ് കേട്ടോ. ബസ്സുകളൊക്കെ ഉണ്ട്, നല്ല അടിപൊളി ബസ്സുകളാണ് കേട്ടോ. എല്ലാം നല്ല രസമുള്ള ബസ്സുകൾ. ഒരു ദിവസം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. ബസ്സിനകത്ത് കയറിയിട്ട് ഈ റോഡ് സൈഡിലൊക്കെ ഈ ട്രാഫിക് സിഗ്നലൊക്കെ തെറ്റിച്ച് കഴിഞ്ഞാൽ പോലീസുകാർ അവിടെ പിടിക്കും. പിന്നെ ഞങ്ങൾ അടുത്ത ഞങ്ങൾ ഉദ്ദേശിച്ച ഡെസ്റ്റിനേഷനിൽ എത്തി. അപ്പം ഭയങ്കര വെയിലായിരുന്നു കേട്ടോ. വെയിലായിരുന്നുകൊണ്ട് തന്നെ ഒത്തിരി ആൾക്കാരൊന്നും ഇല്ല. പിന്നെ ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇരിക്കുക, പിന്നെ എന്തെങ്കിലും ഫുഡ് കഴിക്കാനോ ഡ്രിങ്ക്സ് കഴിക്കാനോ ഒക്കെ ഇരിക്കാനും ഒക്കെയുള്ള സൗകര്യങ്ങളൊക്കെ ഇവിടെ ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല രസമായിട്ട് അലങ്കരിച്ചിട്ടുണ്ടാകും കേട്ടോ ഇവിടെ. പിന്നെ അതുപോലെ തന്നെ ഇവിടെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഇട്ടേക്കുന്ന സ്ഥലമാണ്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാകും കേട്ടോ. പിന്നെ എല്ലായിടത്തും ഈ വേസ്റ്റ് ബോക്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടാവും. പിന്നെ ആളുകളൊക്കെ പബ്ലിക് ഹോളിഡേ ആയിരുന്നുകൊണ്ട് ആളുകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. പിന്നെ ഈവനിങ് സമയമാകുമ്പോൾ ഇതിലും കൂടുതൽ ആൾക്കാരുണ്ടാവും കേട്ടോ. ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ചെടികളിലൊക്കെ നല്ല ലൈറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവും. പിന്നെ വേണ്ട ഇതാണ് ഈ ആറും ഇതിൻ്റെ തൊട്ടപ്പുറത്തെന്ന് പറയുന്നത് കടലാണ് കേട്ടോ. ഇവിടെ ഒരു ഇതൊക്കെയുണ്ട്, നമ്മുടെ പോർട്ടൊക്കെ ഉണ്ട്. പിന്നെ ചെറിയ ചെറിയ ബോട്ടുകളൊക്കെ വരുന്നുണ്ട്. ഇൻ്റർനാഷണൽ ബോട്ടുകളൊക്കെ ഇവിടെ വരുന്നതാണ്. ഇവിടെ നിന്ന് നമുക്ക് സിംഗപ്പൂർക്കും പിന്നെ അതുപോലെ തന്നെ JBക്ക് പിന്നെ ഇന്തോനേഷ്യക്കും ഒക്കെ ഇതുണ്ട് കേട്ടോ. നമ്മുടെ ഫെറി ഒക്കെയുണ്ട്, ഫെറിയുടെ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഇങ്ങനെ എന്തോ പണിതൊക്കെ വെച്ചിട്ടുണ്ട്, എന്താണെന്ന് അറിയത്തില്ല കേട്ടോ. അതിന് ചരിത്രം എഴുതിയിട്ടുണ്ട്, ഞാൻ വായിച്ചില്ല. മുട്ടക്കാട്ടം വെയിലാണ് കേട്ടോ. രാത്രിയിലൊക്കെ ഇവിടെ ആളുകൾ നിറച്ചുണ്ടാകും. കാരണം ആളുകൾക്ക് ഇരിക്കാനും ഒക്കെയുള്ള സ്ഥലങ്ങളൊക്കെ ഇവിടെ നല്ല അടിപൊളിയാക്കി സെറ്റാക്കിയിട്ടുണ്ട്. അതിനുശേഷം ഞങ്ങൾ അവിടെ നിന്ന സമയത്ത് ഒരു ബോട്ട് വന്നു കേട്ടോ. നല്ല രസമുള്ള ബോട്ടാണ് കേട്ടോ. നല്ല അത്യാവശ്യം വലുപ്പമുള്ള ബോട്ടാണ് ഇത്. ആളുകളെ കൊണ്ടുപോകുന്നതാണോ അതോ ഈ കസ്റ്റംസിൻ്റെ ഒക്കെ ബോട്ടാണോ എന്ന് എനിക്ക് കറക്റ്റ് അറിയത്തില്ല. എന്തായാലും നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ഐസുകാരൻ വന്നു കേട്ടോ. എനിക്ക് വന്ന് ഇവിടെ മഴ പെയ്തായിരുന്നു, അതുകൊണ്ട് ഞങ്ങളിരിക്കുന്നതിൻ്റെ ഫ്രണ്ടിലൊക്കെ കുറേ വെള്ളവും ഒക്കെ ഉണ്ട്. അപ്പം ഞങ്ങൾ വിചാരിച്ചു ചൂടൊക്കെ അല്ലേ, ഓരോ ഐസ്ക്രീം വാങ്ങിച്ച് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഐസ്ക്രീം വാങ്ങാൻ വേണ്ടി പോവുകയാണ്. എല്ലാവരും ഐസ്ക്രീം വാങ്ങുന്നുണ്ട്. ഐസ്ക്രീമൊക്കെ നാട്ടിലെ പോലെ തന്നെയാണ് കേട്ടോ. ഞങ്ങൾ കോൺ ഐസ്ക്രീമാണ് വാങ്ങിച്ചത്. ഹലോ ഗൈസ്, അപ്പം ഐസ്ക്രീം വാങ്ങിയിരിക്കുക ഗൈസ്. വാങ്ങിച്ചൊന്ന് കൂളിംഗ് ആക്കാമെന്ന് വിചാരിച്ചു. പ്രിയതമേ. പിന്നെ അതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് ചൂടായിരുന്നതുകൊണ്ട് ഞങ്ങൾ പോകാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അങ്ങ് നടക്കുകയാണ്.
ഇവിടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ഒരു കുറച്ചുള്ളിലുള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ ഇതിൻ്റെ ഈ നടക്കുന്ന പാതയിൽ കാണാം, നടുക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് ഒരു കട്ട പോലത്തെ സ്ഥലങ്ങൾ. അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ ബ്ലൈൻഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് നടക്കാൻ വേണ്ടിയിട്ടുള്ള അവർക്ക് പ്രത്യേകം അത് പണിതേക്കുന്നതാണ് കേട്ടോ. അത് ഈ മലേഷ്യയിലൊക്കെയാണ് പോകുന്ന എല്ലാ സ്ഥലങ്ങളിലും ഇങ്ങനെ പണിത് വെച്ചിട്ടുണ്ട്. അവർക്കത് വലിയൊരു സൗകര്യമാണ് കേട്ടോ, കണ്ണ് കാണാൻ പറ്റാത്തവർക്ക്. അവർക്ക് ഈ സ്ഥലം കണ്ടെത്തി പോകാൻ വേണ്ടിയിട്ട്. പിന്നെ അതിന് ശേഷം ഞങ്ങൾ വേറൊരു സ്ഥലത്തോട്ട് പോകുകയാണ്. അവിടെ പ്രത്യേകിച്ച് ഒന്നും ഇല്ല, അവിടെ ഫുഡിൻ്റെ കാര്യങ്ങളും പിന്നെ കുറച്ച് അലങ്കാരങ്ങളും കാര്യങ്ങളൊക്കെ മാത്രമേ ഉള്ളൂ. പിന്നെ തടി കൊണ്ടുള്ള എന്തോ ഒരു സാധനങ്ങളൊക്കെ ഒരു ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് പണ്ടത്തെ ട്രാക്ടർ ആണെന്ന് തോന്നുന്നു. അതിൽ മോഡൽ ചെയ്ത് വെച്ചേക്കുന്നതാണെന്ന് തോന്നുന്നു. എന്താണ് സാധനം ഇത്? എന്താണ് സാധനം? എന്താണ്? 1453 രാജരാജ ചോളൻ ടിപ്പു സുൽത്താൻ്റെ പടയായിട്ട് വന്നപ്പോൾ അവരെ തടയാനായിട്ട് ജംഗനല്ല സെന്തു ജങ്ങാൻ അകത്ത് കയറിയ കാല് സെന്തുവാ വിട്ടു വന്നു. എന്ന് പറഞ്ഞാൽ അകത്ത് കയറിയ കാല് വിട്ടു വന്നു, കാലും കയ്യും. താങ്ക് യു. എന്നാൽ ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള കുറേ ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെയാണ്. അതിൻ്റെ അകത്ത് ഞങ്ങൾ കയറിയില്ല, കാരണം അത്രേ ഭയങ്കര ചൂടായിരുന്നേ, അതുകൊണ്ട് ഞങ്ങൾ കയറിയൊന്നുമില്ല. പിന്നെ അതിനുശേഷം എന്നായിരുന്നു ദിനോസറല്ലേ, ദിനോസർ പാർക്ക്. അതിനുശേഷം സൈക്കിൾ പാർക്ക് എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തി കേട്ടോ. അവിടെ വലിയൊരു സൈക്കിളുണ്ടായിരുന്നു, അതും ഉള്ളായിരുന്നു കാണാൻ വേണ്ടി. പ്രത്യേകിച്ചൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ പോകാമെന്ന് വിചാരിച്ചു. അതിനുശേഷം ഞങ്ങൾ അവിടുന്ന് ഒരു ബീച്ചിലെത്തി കേട്ടോ. ബീച്ചെന്ന് പറഞ്ഞാൽ കടൽ നന്നായിട്ട് ഉള്ളിലോട്ട് വലിഞ്ഞു, കടൽ ഇറങ്ങിപ്പോയി. അപ്പോൾ പ്രത്യേകിച്ചൊന്നും കാണാനൊന്നുമില്ലായിരുന്നു. ഞങ്ങൾ കടലിൽ ഇറങ്ങണമെന്ന് വിചാരിച്ചിട്ട് പോയതാണ്. മാത്രമല്ല വൈകുന്നേരമായി. ഇതിൻ്റെ അപ്പുറത്തുനിന്ന് വലിയൊരു ദ്വീപുണ്ട്. ഞാൻ ഇടയ്ക്ക് ഒരു ദിവസം നിങ്ങളെ കൊണ്ട് കാണിക്കാൻ കേട്ടോ. പുലാ ബസാർ എന്ന് പറഞ്ഞൊരു ദ്വീപുണ്ട്, നല്ല ദ്വീപാണ് കേട്ടോ അവിടെ കാണാൻ വേണ്ടിയിട്ട്. അപ്പം ഞങ്ങൾ രാത്രി ആയതുകൊണ്ട് പിന്നെ ഞങ്ങൾ തിരിച്ചു പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതായിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.